Hello all, welcome to Competitive Cracker. I am Dr. Vidya Vijayan. So I am here to tell you some important information regarding NET exam, UGC NET exam. Okay, so let's move on to the topic directly. Okay. ഒരു ബിഗിനറിനെ സംബന്ധിച്ച് നെറ്റ് എക്സാം വളരെ കൺഫ്യൂഷൻ നിറഞ്ഞ ഒന്നായിരിക്കും അല്ലേ. എന്താണ് നെറ്റ് എക്സാം, ആരാണ് അത് കണ്ടക്ട് ചെയ്യുന്നത്, ഇങ്ങനെ ഒരുപാട് ഡൗട്ട്സുകൾ നമുക്കുണ്ടാവാറുണ്ട്. അപ്പോൾ ആ ഒരു ബിഗിനറിൻ്റെ സംശയത്തിൽ അല്ലെങ്കിൽ അവരുടെ സംശയങ്ങൾ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു സെഷൻ കൊണ്ട് നമ്മളതാണ് എയിം ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് രണ്ട് ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. എന്താണ് നെറ്റ് ആൻഡ് JRF. എന്താണ് നെറ്റ്? നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ്. ആൻഡ് വാട്ട് യു മീൻ ബൈ JRF? നമ്മൾ എപ്പോഴും കേൾക്കുന്ന കാര്യമാണ് അല്ലേ. PG സ്റ്റുഡൻസ് ആണെങ്കിലും PG കഴിഞ്ഞവരാണെങ്കിലും നമ്മുടെയൊക്കെ ഒരു അൾട്ടിമേറ്റ് എയിം എന്താണ്? ടു ബിക്കം ആൻ അസിസ്റ്റൻറ്റ് പ്രൊഫസർ അല്ലേ. അപ്പോൾ ആ ഒരു എയിമോട് കൂടിയാണ് നമ്മളെല്ലാവരും എന്താണ് PG കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പം PG ഇംഗ്ലീഷ് എടുത്ത ഒരു വിദ്യാർത്ഥിയുടെ ഇതിൽ ഫസ്റ്റ് കുറേ പാർട്ടുകൾ നമ്മൾ ജനറൽ ഇൻട്രൊഡക്ഷൻ ആണ്. ഇനി PG ഇംഗ്ലീഷ് എടുത്തവർക്ക് എന്തൊക്കെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്, വാട്ട് ടു സ്റ്റഡി, വെയർ ടു സ്റ്റഡി ആൻഡ് വിച്ച് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് പോർഷൻ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പം അതിൽ ഇനി നമുക്ക് ആ ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ എന്താണെന്ന് ആദ്യം തന്നെ പറഞ്ഞു തുടങ്ങാം. ഓക്കെ, ഫസ്റ്റ് നെറ്റ്, നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ്, ആൻഡ് JRF, ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്. ഇത് രണ്ടും നടത്തുന്നത് NDA എന്നുള്ള ഒരു പ്രൈവറ്റ് ഏജൻസിയാണ്. യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ ആയിരുന്നു നമുക്ക് ആദ്യമൊക്കെ നെറ്റ് എക്സാം. ഇതും UGCയുടെ ഒരു ഇൻസ്ട്രക്ഷൻസിനോടോ അല്ലെങ്കിൽ സജഷൻസും പ്രൊവൈഡ് ചെയ്ത് തന്നെ NDA നടത്തുന്ന ഒരു എക്സാമാണ് എന്ത്? നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ്. ആ ഒരു പേരിൽ തന്നെ അതിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്താണ്? നമ്മൾ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആകാനുള്ള ഒരു എലിജിബിലിറ്റി ടെസ്റ്റാണത്, നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ്. ദാറ്റ് മീൻസ് വി ക്യാൻ ബി എ ടീച്ചർ അറ്റ് വേരിയസ് യൂണിവേഴ്സിറ്റീസ് ഇൻ ഇന്ത്യ. അതാണ് നമ്മുടെ ബേസിക് ക്വാളിഫിക്കേഷൻ. ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആകാനുള്ള ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? നെറ്റാണ്. ഇനി നെറ്റിൽ തന്നെ കുറച്ച് ഹയർ മാർക്സിൽ വരുമ്പോൾ, അതായത് നെറ്റിനും JRFനും ഒരൊറ്റ എക്സാമാണ് നടത്തുന്നത്, ബട്ട് കട്ട് ഓഫ് മാർക്സ് വിൽ ബി ഡിഫറെൻറ്റ്. ഓക്കെ, അപ്പം അതിൽ ഫസ്റ്റ് വൺ നെറ്റ് എക്സാം ആൻഡ് സെക്കൻഡ് വൺ JRF എന്നാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതിൽ നെറ്റും JRFും കിട്ടുക എന്നുള്ളതാണ് ഏതൊരു സ്റ്റുഡൻറ്റിൻ്റെയും അൾട്ടിമേറ്റ് എയിം അല്ലേ. അപ്പം JRF കിട്ടിയാൽ എന്താണ് അതിൻ്റെ ഒരു പോസിറ്റീവ് എന്താണ്, അല്ലെങ്കിൽ നെറ്റ് കിട്ടിയാലുള്ള പോസിറ്റീവ് എന്താണ്, ഇങ്ങനെ കുറേ അധികം ഇൻഫർമേഷൻ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് അല്ലേ. ഇനി നെറ്റ് ആണെങ്കിലും JRF ആണെങ്കിലും ഒരൊറ്റ എക്സാമായിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്, ഓൾറെഡി പറഞ്ഞു. ആൻഡ് കട്ട് ഓഫ് മാർക്സ് വിൽ ബി ഡിഫറെൻ്റ് എന്നുള്ളതും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇതെന്താണ്? 2 times in a year, അതായത് ഒരു വർഷത്തിൽ 2 പ്രാവശ്യം നടത്തുന്ന എക്സാമാണ് നെറ്റ് എക്സാം അല്ലെങ്കിൽ നെറ്റിൻ്റെ JRFൻ്റെ എക്സാം എന്ന് പറയുന്നത്. രണ്ടും ഒരു എക്സാം തന്നെയാണെന്ന് വീണ്ടും ഞാൻ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. ബട്ട് ഐ ഹാവ് ടു ടെൽ യു ദിസ് occurs 2 times in a year, അതായത് ജൂൺ സൈക്കിൾ ആൻഡ് ഡിസംബർ സൈക്കിൾ. ഇങ്ങനെയാണ് നെറ്റ് എക്സാം യൂഷ്വലി കണ്ടക്ട് ചെയ്യുന്നത് UGC. പക്ഷേ ഈ ഒരു വർഷം മാത്രം എന്താണ്? ദേ ഹാവ് ടു കണ്ടക്ട് ഇറ്റ് ത്രൈസ്. ദാറ്റ് മീൻസ് ജൂണിൽ നടത്തിയ നെറ്റ് എക്സാം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും, ക്യാൻസൽ ചെയ്തു അല്ലേ. എന്തൊക്കെയോ മാൽ പ്രാക്ടീസസ് നടന്നതുകൊണ്ട് തന്നെ ദേ ആർ ഫോഴ്സ് ടു ക്യാൻസൽ ഇറ്റ്. അതിൻ്റെ ഫലമായിട്ട് ഒരുപാട് കേസസ് ഒക്കെ നടക്കുന്നുണ്ട് കോർട്ടിൽ, അത് നമുക്കറിയാം. എന്താണ് വേർഡിക്റ്റ് എന്നൊരു ഫൈനൽ വേർഡിക്റ്റിന് മുമ്പ് തന്നെ ഓൾറെഡി NTA പറഞ്ഞിട്ടുണ്ട്. എന്താണ്? എക്സാം പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആ എക്സാം ക്യാൻസൽ ചെയ്തിട്ട് വേറൊരു എക്സാം ഓഗസ്റ്റിൽ കണ്ടക്ട് ചെയ്യുന്നുണ്ടെന്ന് ഓൾറെഡി പറഞ്ഞു. അപ്പോൾ അത് സംബന്ധിച്ച് ഒരുപാട് പേർക്ക് സംശയങ്ങളുണ്ട്. പക്ഷെ ഒരുപാട് പേര് വറീഡാണ്, ടെൻസ്ഡാണ്. കാരണം അവർക്ക് ആ എക്സാം നന്നായിട്ട് എഴുതാൻ പറ്റി അല്ലേ. അങ്ങനെയുള്ളവർക്ക് ഒരുപാട് വറീസും ടെൻഷൻസും ഒക്കെ കാണും. അത് ക്യാൻസൽ ആയി കഴിഞ്ഞാൽ എന്താണ് റിസൾട്ട്, ഇതൊക്കെ നിങ്ങളെ ഒരുപാട് വറി ചെയ്യിക്കുന്ന കാര്യമാണ്. എനിവേ, നമുക്ക് അതിനെപ്പറ്റി വീണ്ടും സംസാരിച്ചിട്ട് അതിൽ യാതൊരു യൂസുമില്ല അല്ലേ. അപ്പോൾ വി ഹാവ്
have to focus on the August net exam as well as December net exam. വളരെ ഒരു ലോങ് ടേം സ്റ്റഡി, അതായത് നമുക്ക് വളരെയധികം എഫേർട്ട് എടുത്ത് കുറേ നാളുകൊണ്ടുള്ള പ്രിപ്പറേഷൻ കൊണ്ട് മാത്രമാണ് നെറ്റ് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നത്. അതിനെന്താണ് ഒരു തറോ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ സബ്ജക്റ്റ്, ഏത് സബ്ജക്റ്റും ആയിക്കോട്ടെ, ഈവൻ ഇഫ് ഇറ്റ് ഈസ് ഇംഗ്ലീഷ്, ഇക്കണോമിക്സ്, ഹിന്ദി, മലയാളം, വാട്ട് എവർ മേ ബി ദ സബ്ജക്റ്റ്, വി ഹാവ് ടു സ്റ്റഡി ഇറ്റ് ഇൻ എ വെരി സിസ്റ്റമാറ്റിക് വേ. അപ്പോൾ ഇതിൻ്റെ ഒരു നെറ്റ് എങ്ങനെയാണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ അതിൻ്റെ സിലബസ് എന്തൊക്കെയാണ്, ഇംഗ്ലീഷ് സിലബസ്, ഇതൊക്കെ ഞാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു ഇത് 2 times ഇൻ എ ഇയർ നടക്കുന്ന ഒരു എക്സാമാണ്. അത് മാത്രമല്ല ജൂൺ ആൻഡ് ഡിസംബർ സൈക്കിളാണ്. ജൂണിൽ എഴുതി, അതായത് വളരെയധികം പ്രിപ്പയർ ചെയ്ത് എഴുതിയ എക്സാമാണ് ക്യാൻസൽ ചെയ്തത്. പക്ഷേ നിങ്ങൾ ഫെഡപ്പ് ആവേണ്ട, അല്ലെങ്കിൽ നിങ്ങൾ ഒട്ടും വറീഡ് ആവേണ്ട കാര്യമില്ല. ആ ഒരു പ്രിപ്പറേഷനോട് കൂടി തന്നെ വീണ്ടും അതിനെ റിവൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഓഗസ്റ്റിലെ എക്സാം എഴുതാം. അത്രയും ടൈം നിങ്ങൾക്ക് വീണ്ടും കിട്ടുന്നുണ്ട്. യു ക്യാൻ റിവൈസ് ഈച്ച് ചാപ്റ്റർ, യു ക്യാൻ റിവൈസ് ഈച്ച് ഇമ്പോർട്ടൻറ്റ് യൂണിറ്റ്സ്, ആൻഡ് അറ്റ് ദ സെയിം time you can go through all the previous year question papers once again. So ഓരോ ടൈമും എന്താണ് നമ്മൾ കൂടുതൽ പ്രിപ്പയർഡ് ആവുകയാണ് ചെയ്യുന്നത്. സോ ഇനി വരുന്ന ഓഗസ്റ്റിലെ എക്സാം ക്ലിയർ ചെയ്യും എന്നുള്ള ഒരു കോൺഫിഡൻസോട് കൂടി ഇനി ഒരു 30 days നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം എന്താണ്, ഓഗസ്റ്റിൽ തന്നെ ഒരു 3 പാർട്ടായിട്ടായിരിക്കാം എക്സാം നടത്തുന്നത്. ഓക്കെ, അപ്പോൾ അതിനുള്ള ടൈം നമുക്കുണ്ട്. അപ്പം കൃത്യമായിട്ടുള്ള സിലബസോട് കൂടിയും കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജിയോട് കൂടിയും കൃത്യമായിട്ടുള്ള മെൻറ്റർഷിപ്പും പ്രൊവൈഡ് ചെയ്ത് തന്നെ, അല്ലെങ്കിൽ അതെല്ലാം നേടിയെടുത്തുകൊണ്ട് തന്നെ വേണം നമ്മൾ നെറ്റ് എക്സാം ക്ലിയർ ചെയ്യാൻ. ഓക്കെ, ഇനി ആർക്കൊക്കെയാണ് നെറ്റ് എക്സാം എഴുതാൻ കഴിയുന്നത്, അതാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പം എല്ലാവരും, ഞാൻ പറഞ്ഞു ഇതൊരു ബിഗിനറിന് വേണ്ടിയുള്ള, അതായത് നെറ്റ് എഴുതി അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആകാൻ ആഗ്രഹിക്കുന്ന ഒരു ബിഗിനർ ആൾക്ക് വേണ്ടിയുള്ള ഒരു ക്ലാസ് ആയിട്ട് മാത്രം നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. കൂടുതൽ ഒരു കൂടെ മറ്റുള്ള ഇൻഫർമേഷനും ഞാൻ ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അത് ബിഗിനർക്ക് മാത്രം യൂസ്ഫുൾ ആകുന്നതല്ല, എല്ലാ നെറ്റ് ആസ്പിരൻസിനും യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഇൻഫർമേഷനാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. വളരെ ബേസിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷൻ ടു ഇംഗ്ലീഷ് ലാംഗ്വേജ്, അല്ലെങ്കിൽ കുറച്ച് ടേംസ് നിങ്ങൾക്ക് ഈസിലി അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന കുറച്ച്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്ന കുറേയധികം ക്വസ്റ്റ്യൻസ് ആണ് ഞാനിവിടെ, അല്ലെങ്കിൽ അതുപോലത്തെ ടേംസ് ആണ് ഞാനിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നെറ്റ് അല്ലെങ്കിൽ JRF ആർക്കൊക്കെ എഴുതാം, നെറ്റ് എക്സാം ആർക്കൊക്കെ എഴുതാം? PG കംപ്ലീറ്റഡ് സ്റ്റുഡൻസിന് എഴുതാം, അതുപോലെ തന്നെ PG രജിസ്റ്റേർഡ് സ്റ്റുഡൻസിനും എഴുതാം. പക്ഷേ only on one condition. എന്താണ്? ആ റിസൾട്ട് വരുമ്പോഴത്തേക്കും ഡെഫിനറ്റ്ലി ദേ ഹാവ് ടു പാസ് PG. അതായത് നെറ്റ് കയ്യിൽ കിട്ടുമ്പോഴത്തേക്കും ദേ ഹാവ് ടു കംപ്ലീറ്റ് ദയർ PG വിത്തൗട്ട് എനി സപ്ലീസ് ആൻഡ് ഓൾ. ഓക്കെ, അപ്പം നമുക്ക് PG പോസ്റ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റഡ് സ്റ്റുഡൻറ്റ് ഓർ പോസ്റ്റ് ഗ്രാജുവേഷൻ രജിസ്റ്റേർഡ് സ്റ്റുഡൻസിന് എഴുതാൻ പറ്റുന്ന ഒരു എക്സാം. വിത്തൗട്ട് PG വി കാൻ ബി എ ടീച്ചർ, അല്ലേ? വി ക്യാൻ ബിക്കം എ ടീച്ചർ, ബട്ട് ഇഫ് യു വാണ്ട് ടു ബിക്കം ആൻ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഡെഫിനറ്റ്ലി യു ഹാവ് ടു ക്ലിയർ ദ നെറ്റ് എക്സാം. ഓക്കെ, ഇനി ഇവിടെ എന്താണ്, എല്ലാ എക്സാംസിനെയും പോലെ കാറ്റഗറി വൈസ് ഉള്ള ഒരു ഡിഫറൻസും കൂടിയുണ്ട്. ജനറൽ കാറ്റഗറിക്ക് 55% മാർക്കും, OBC ഓർ റിസർവ് കാറ്റഗറിക്ക് 50% മാർക്കുമാണ് നമുക്ക് വേണ്ടത്. അതായത് PG മാർക്സിനെ പറ്റിയാണ് പറയുന്നത്. ഇത്രയും മാർക്സ് ഉണ്ടെങ്കിലാണ് നമുക്ക് നെറ്റ് നമ്മുടെ ഒരു ക്വാളിഫിക്കേഷനായിട്ട് നമുക്ക് എവിടെയെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ജനറൽ കാറ്റഗറിക്ക് 55%, OBC അതർ ബാക്ക്വേർഡ് ക്ലാസ് ഓർ റിസർവ് കാറ്റഗറീസിന് 50% മാർക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി എന്താണ് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ എന്നുള്ളത് നോക്കാം. ഓക്കെ, JRF, age bar for JRF. I told you JRF means Junior Research Fellowship, and we are getting fellowship to complete our thesis or to do our research. Okay, that is what you mean by what we mean by JRF. Okay, ഇനി ഇവിടെയും JRFന് ഏജ് ബാർ ഉണ്ട്. കാരണം എന്താണ്, ഈസിലി ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല നെറ്റ് എക്സാം എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഈവൻ ഇഫ് നമ്മൾ നെറ്റ് ക്രാക്ക് ചെയ്താൽ കൂടിയും JRF കിട്ടുക എന്ന് പറയുന്നത് വളരെ ടോപ്പ് ലെവലിൽ വരുന്ന സ്റ്റുഡൻസിന് മാത്രമാണ് JRF കിട്ടുന്നത്. കാരണം യൂണിവേഴ്സിറ്റി ഫെലോഷിപ്പ് അത്രയും ബ്രൈറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിനായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലേ? അപ്പം അവിടെ മാത്രം അവരൊരു ഏജ് ബാർ വെച്ചിട്ടുണ്ട്. അതായത് ജനറൽ കാറ്റഗറിക്ക് 30 ആണ് ഏജ് ബാർ. അതുപോലെ OBC, റിസർവ്
കാറ്റഗറീസ് ആൻഡ് വിമൻ അവർക്കുള്ള ഏജ് ബാർ എന്ന് പറയുന്നത് 35 ആണ്. അപ്പം JRFന് മാത്രമേ ഈ ഒരു ഏജ് ബാർ ഉള്ളൂ. ഓക്കെ, നോ ഏജ് ബാർ ഫോർ നെറ്റ് സ്റ്റുഡൻറ്റ്, നെറ്റ് എക്സാം. ഓക്കെ, there is an age bar for JRF but there is no age bar for net exam. net exam ഏത് പ്രായത്തിലുള്ളവർക്കും എഴുതിയെടുക്കാം. അതായത് എബവ് 30 ആണെങ്കിലും എബവ് 35 ആണെങ്കിലും ഒക്കെ നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാവുന്നതും ക്ലിയർ ചെയ്യാവുന്നതുമായിട്ടുള്ള ഒരു എക്സാമാണ് നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ്. ബട്ട് ഇഫ് we want to crack JRF, definitely we have to be if we belong to general category, we have to be under the age of 30, and otherwise if we belong to OBC, reserved or women categories, definitely we have to be under 35. okay, 35 ഏജ് വരെ മാത്രമാണ് നമുക്ക് എക്സാം എഴുതാൻ കഴിയുന്നത്. ഞാൻ പറഞ്ഞു എന്താണ്, നെറ്റ് എക്സാമിന് ഏജ് ബാർ ആവശ്യമില്ല. ഓക്കെ, ഇനി നമ്മുടെ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. എന്താണ് ഇനി നെറ്റ് എക്സാമിന് ഞാൻ JRFനെ പറ്റി പറയുന്നില്ല, കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു രണ്ടിനും ഒരേ ക്വസ്റ്റ്യൻ പേപ്പറാണ്, രണ്ടിൻ്റെയും സിലബസ് സെയിം ആണ്. എന്താണ് ഫസ്റ്റ് ലെവലിൽ വരുന്ന സ്റ്റുഡൻസിന് മാത്രം, ടോപ്പ് ലെവലിൽ വരുന്ന സ്റ്റുഡൻസിന് മാത്രമാണ് JRF ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പം ഇനി എന്താണ് നെറ്റ് എക്സാം, അതിൽ എത്ര പേപ്പേഴ്സ് ഉണ്ട്, അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. 2 papers are there. ഓക്കെ, general paper and core or subject paper. ജനറൽ പേപ്പർ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട് ജനറൽ പേപ്പറിൽ? നമുക്കറിയാം ഒരു എക്സാമിന് രണ്ടും ക്ലിയർ ചെയ്തെങ്കിൽ മാത്രമേ, അതായത് നെറ്റിന് ജനറൽ പേപ്പറും സബ്ജക്റ്റ് പേപ്പറും അല്ലെങ്കിൽ കോ പേപ്പറും കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പാസ്സായെങ്കിൽ മാത്രമേ നമുക്ക് നെറ്റ് ക്വാളിഫൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഏതെങ്കിലും ഒരു പേപ്പർ മാത്രം ക്വാളിഫൈ ചെയ്താൽ ഒരിക്കലും നമുക്ക് നെറ്റ് ക്വാളിഫൈ ചെയ്തു എന്ന് പറയാൻ സാധിക്കില്ല. നമ്മുടെ റിസൾട്ട് എന്തായിരിക്കും? ഫെയിൽഡ് എന്നുള്ളതായിരിക്കും നമ്മുടെ റിസൾട്ട്. ഓക്കെ, ഇനി ജനറൽ പേപ്പറിൽ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്? there are 50 questions. ജനറൽ പേപ്പർ എന്ന് പറഞ്ഞാൽ എല്ലാം അതിലുണ്ട് അല്ലേ. റീസണിങ് ഉണ്ട്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ അവെയർനെസ്, ജനറൽ അവെയർനെസ്, അങ്ങനത്തെ ഒരുപാട് ഡിഫറെൻറ്റ് കാറ്റഗറീസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു പേപ്പറാണ് PSCയുടെ ജനറൽ പേപ്പർ, അല്ലെങ്കിൽ UPSCയുടെ ഒക്കെ ജനറൽ പേപ്പർ എങ്ങനെയാണ് അതേപോലെ തന്നെയാണ് നെറ്റിൻ്റെയും ജനറൽ പേപ്പർ. അതിൽ 50 ക്വസ്റ്റ്യൻസ് ആണ് വി ഹാവ് ടു എക്സ്പെക്ട്. ഓക്കെ, ആൻഡ് ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 2 മാർക്സ്. ഓക്കെ, അതാണ് 2 മാർക്സ് ഈച്ച് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം 50 × 2 100 മാർക്സ്. ഓക്കെ, ക്ലിയർ? 50 × 2 100 മാർക്സ്. ഞാൻ പറഞ്ഞു ബിഗിനേഴ്സിന് വേണ്ടി മാത്രമാണ്. അവർക്ക് ഈ ഒരു ഇൻഫർമേഷൻ നമ്മൾ ഓൾറെഡി നെറ്റ് എഴുതിയവർക്ക് അല്ലെങ്കിൽ JRF എഴുതിയവർക്കൊക്കെ ഇത് ഓൾറെഡി ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇപ്പോൾ പാസ് ഔട്ട് ആവുന്ന PG സ്റ്റുഡൻസിനെയും PG പഠിച്ചുകൊണ്ടിരിക്കുന്നവരെയും എയിം ചെയ്തുകൊണ്ടാണ് ഈ ക്ലാസ്. അപ്പോൾ അവർക്കാണ് ഫസ്റ്റ് ഇൻഫർമേഷൻ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ്. ജനറൽ പേപ്പറിൽ 50 ക്വസ്റ്റ്യൻസ് ആണുള്ളത്, 2 മാർക്സ് വെച്ചിട്ട്. ഓക്കെ, സെക്കൻഡ് വൺ കോർ ഓർ സബ്ജക്റ്റ് പേപ്പർ. നമുക്കറിയാം നമ്മൾ ഓപ്ഷൻ ഏതാണ്, നമ്മുടെ സബ്ജക്റ്റ് ഏതാണ്? ഇംഗ്ലീഷ് ഉണ്ട്, മാത്തമാറ്റിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ഇക്കണോമിക്സ് ഉണ്ട്, മലയാളമുണ്ട്, ഇങ്ങനെ ഒരുപാട് കോ പേപ്പേഴ്സ് ഉണ്ട് അല്ലേ. അപ്പം നമ്മൾ ജനറൽ പേപ്പർ ക്ലിയർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ വി ഹാവ് ടു ക്ലിയർ അവർ സബ്ജക്റ്റ് പേപ്പർ. ഇനി സബ്ജക്റ്റ് പേപ്പറിൽ ഇപ്പോഴാണ് 2 പേപ്പറായിട്ട് അത് ലിമിറ്റ് ചെയ്തത്. ഇതിനു മുമ്പ് കുറച്ച് നാളുകൾക്ക് മുമ്പ് നടത്തിയിരുന്ന നെറ്റ് എക്സാമിൽ ജനറൽ പേപ്പർ ഉണ്ട് ആൻഡ് കോർ പേപ്പറിൽ തന്നെ 2 പേപ്പർ, പേപ്പർ 2 ആൻഡ് പേപ്പർ 3. Total 3 papers we have to clear. Okay, സോ ഇനി നാം പറയുന്നത് ഇവിടെ നമുക്ക് ഇപ്പോഴത്തെ കാര്യം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. ഇനി കോർ ഓർ സബ്ജക്റ്റ് പേപ്പറിൽ എത്ര ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാം? 100 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ 100 ക്വസ്റ്റ്യൻസ് ഞാനിപ്പം ഒരു ലിറ്ററേച്ചർ സ്റ്റുഡൻറ്റിനോടാണ് പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ 100 ക്വസ്റ്റ്യൻസും അറിയാം. നിങ്ങളുടെ ബ്രിട്ടീഷ് ലിറ്ററേച്ചർ എന്നുള്ള ടോപ്പിക്സിൽ നിന്ന് അമേരിക്കൻ ലിറ്ററേച്ചർ, ലിറ്റററി ക്രിറ്റിസിസം, ഇതെല്ലാം കവർ ചെയ്യുന്നതായിരിക്കും ഈ 100 ക്വസ്റ്റ്യൻസ്. അവിടെയും എന്താണ് കണ്ടീഷൻ? 2 മാർക്സ് each. Okay, so again 100 questionsinum each question carries 2 marks. Appam 100 × 2 200. Appam all together we have to total mark is 300. Okay, total mark is 300. ഇനി നമുക്കൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്?
നോ നെഗറ്റീവ് മാർക്കിംഗ്. പി എസ് സിയുടെ പോലെ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമുക്ക് ടെൻഷൻ വരുമ്പം ഉണ്ടാകുന്ന ഒരു കാര്യം, ഈവൻ ഇഫ് ഇറ്റ് ഈസ് റൈറ്റ്, നമ്മൾ പലപ്പോഴും എന്താണ് റോങ് ആൻസേഴ്സും ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് റീഡ് ചെയ്യാതെ അല്ലെങ്കിൽ റീഡ് ചെയ്യാതെ നമ്മൾ പലപ്പോഴും കമ്മിറ്റ് ചെയ്യുന്ന മിസ്റ്റേക്കിൽ ഒന്നാണ് റോങ് ആൻസേഴ്സ് മാർക്ക് ചെയ്യുക എന്നുള്ളത്. അത് മാർക്ക് ചെയ്താൽ അതിൽ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല എന്നുള്ളത് എപ്പോഴും നമുക്കൊരു എന്താണ് ആശ്വാസം നൽകുന്ന ഒന്നാണ്. അപ്പം എന്നാലും തെറ്റ് മാർക്ക് ചെയ്താൽ അത് നമുക്ക് വലിയൊരു ലോസ് തന്നെയാണ്. പക്ഷേ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല എന്നുള്ളത് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. ഇനിയും വളരെ നാളുകൾക്ക് ശേഷമാണ് UGC കഴിഞ്ഞ ദിവസം, അതായത് NTA കഴിഞ്ഞ അതായത് ജൂണിൽ നടത്തിയ നെറ്റ് എക്സാം റിട്ടേൺ എക്സാമിനേഷൻ ആയിരുന്നു. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് അല്ലായിരുന്നു. കുറേ നാളുകളായിട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരുന്നു. പക്ഷേ ഇനി വരുന്ന എക്സാം, അതായത് പോസ്റ്റ്പോൺ ചെയ്ത ആ ഒരു എക്സാം, ജൂണിൽ പോസ്റ്റ്പോൺ ചെയ്ത എക്സാം ഓഫ് കോഴ്സ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും എന്നുള്ളത് ഓൾറെഡി NTA നമുക്ക് ഇൻഫോം ചെയ്തു കഴിഞ്ഞു. ഓക്കെ, ഇനി പേപ്പർ 2 ഇംഗ്ലീഷ്. ഇംഗ്ലീഷിനെ മാത്രം നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. പേപ്പർ 2 ഇംഗ്ലീഷ്. ഓക്കെ, അത് കോർ സബ്ജക്റ്റ്. ഇംഗ്ലീഷ് ലിറ്ററേച്ചർ സ്റ്റുഡൻസിന് ഹെൽപ്ഫുൾ ആയിരിക്കുന്ന ഒരു ഹെൽപ്ഫുൾ ആവാവുന്ന കാര്യങ്ങളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, പേപ്പർ 2 ഇംഗ്ലീഷ്. ഇതിൻ്റെ സിലബസ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ ഓൾറെഡി നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും കേട്ടിട്ടുണ്ടാവുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ കേട്ടിട്ടില്ലാത്തവർക്ക് ആ വീഡിയോ വീണ്ടും കാണാവുന്നതാണ്. റിപ്ലൈ ചെയ്ത് നോക്കാം. ഇതിലെ ഓരോ യൂണിറ്റും എന്താണ് ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റേഴ്സ് വി ഹാവ് ടു സ്റ്റഡി, അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങൾ വി ഹാവ് ടു ഫോക്കസ് എന്നുള്ള കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. ഇനി നമുക്ക് ഓൾ ടുഗദർ 10 യൂണിറ്റ്സ് ആണ് ഇംഗ്ലീഷിന് സിലബസ് ആയിട്ടുള്ളത്. ഓക്കെ, ഓൾ ടുഗദർ 10 യൂണിറ്റ്സ്. ഓക്കെ, അപ്പം എന്തൊക്കെയാണ് ആ യൂണിറ്റ്സിൽ പറയുന്നത് എന്ന് നോക്കാം. 1, യൂണിറ്റ് 1 ഡ്രാമ. നമുക്കറിയാം ഡ്രാമ എന്നുള്ള ഒരു ടോപ്പിക് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ വെരി വൈഡ് ടോപ്പിക് അല്ലേ. ഒരിക്കലും നമുക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. ഡ്രാമയാണെങ്കിലും പോയട്രി ആണെങ്കിലും ഫിക്ഷൻ നോൺ ഫിക്ഷൻ ഇതൊന്നും ഒരിക്കലും ലിമിറ്റ് ചെയ്യുന്ന ഒരു നെവർ എൻഡിങ് ടോപ്പിക് എന്ന് നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നതാണ് ഓരോ ടോപ്പിക്സുകളും അല്ലേ. അപ്പോൾ ഡ്രാമയിൽ തന്നെ എന്താണ്, ബ്രിട്ടീഷ് ഡ്രാമ ഈസ് ദയർ, അമേരിക്കൻ ഡ്രാമ ഈസ് ദയർ, പോസ്റ്റ് കൊളോണിയൽ ഡ്രാമ ഈസ് ദയർ, ഇങ്ങനെ ഒരുപാട് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഡ്രാമയുണ്ട് അല്ലേ. അപ്പോൾ അതെല്ലാം നമ്മൾ ഫോക്കസ് ചെയ്യണം. ബ്രിട്ടീഷ് ഡ്രാമ മാത്രമല്ല, അല്ലെങ്കിൽ ഷേക്സ്പീരിയൻ ഡ്രാമ മാത്രമല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. വി ഹാവ് ടു ഫോക്കസ് ഓൺ എവറി ഡ്രാമ ലൈക്ക് അമേരിക്കൻ ഡ്രാമ, പോസ്റ്റ് കൊളോണിയൽ ഡ്രാമ, ബ്രിട്ടീഷ് ഡ്രാമ എക്സെട്ര. ഓക്കെ, ഇനി അതുപോലെ തന്നെ യൂണിറ്റ് 2 പോയട്രിയിലേക്ക് വരുമ്പോഴും വി ഹാവ് ടു ഫോക്കസ് ഓൺ ബ്രിട്ടീഷ് പോയട്രി, അമേരിക്കൻ പോയട്രി, ആഫ്രിക്കൻ പോയട്രി ആൻഡ് അതുപോലെ തന്നെ പോസ്റ്റ് കൊളോണിയൽ പോയട്രി. കൂടുതലും ഈ ബ്രിട്ടീഷ് ലിറ്ററേച്ചറിനെ നമ്മൾ കഴിഞ്ഞ നെറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുള്ളത് ബ്രിട്ടീഷ് ലിറ്ററേച്ചറിൽ നിന്നാണ്. ഓക്കെ, ആ ബ്രിട്ടീഷ് ലിറ്ററേച്ചർ എന്നുള്ള വൈഡ് ടോപ്പിക്കിൽ വരുന്ന സബ് ടോപ്പിക്സുകളാണ് ഡ്രാമ, പോയട്രി, ഫിക്ഷൻ. അതായത് ബ്രിട്ടീഷ് ലിറ്ററേച്ചറിൽ തന്നെ ബ്രിട്ടീഷ് ഡ്രാമ, ബ്രിട്ടീഷ് പോയട്രി, ബ്രിട്ടീഷ് ഫിക്ഷൻ, ബ്രിട്ടീഷ് ഷോർട്ട് സ്റ്റോറി, ബ്രിട്ടീഷ് നോൺ ഫിക്ഷണൽ പ്രോസ് ഉണ്ട്. അതുപോലെ തന്നെ ഓരോ കൺട്രിയും ഡിഫർ ചെയ്യുന്ന അനുസരിച്ച് ഓരോരോ ടോപ്പിക്സുകളും ഡിഫർ ചെയ്യും അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ പോയട്രി, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോയട്രി അതെ, ഇതെല്ലാം നമ്മൾ ഫോക്കസ് ചെയ്യണം. ബ്രിട്ടീഷ് പോയട്രി എല്ലാം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി ഫിക്ഷൻ വരുമ്പോഴും ഷോർട്ട് സ്റ്റോറി വരുമ്പോഴും എല്ലാം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷോർട്ട് സ്റ്റോറികളുണ്ട്. ഹെൻറിയുടെ ഷോർട്ട് സ്റ്റോറി, ഇതൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, അതുപോലെ യൂണിറ്റ് 4 എന്ന് പറയുന്നത് നോൺ ഫിക്ഷണൽ പ്രോസ് ആണ്. അപ്പോൾ ഇത് മെയിൻ എന്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട യൂണിറ്റുകൾ തന്നെയാണ് ഈ 4 യൂണിറ്റും. അതുപോലെ തന്നെ ഇനി അടുത്ത 6 യൂണിറ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. യൂണിറ്റ് 5 ലാംഗ്വേജ്, ബേസിക് കോൺസെപ്റ്റ്സ്, തിയറീസ്, പെഡഗോജി, ഇംഗ്ലീഷ് ഇൻ യൂസ്. ഓക്കെ, ഇതൊരു ടൈപ്പോഗ്രഫിക്കൽ എററാണ്. യൂണിറ്റ് 5 എന്ന് പറയുന്നത് ലാംഗ്വേജ്, ബേസിക് കോൺസെപ്റ്റ്സ്, നമ്മുടെ പാരോള്, സിൻക്രോണിക് സ്റ്റഡി, ഡാക്രോണിക് സ്റ്റഡി, ഇതെല്ലാം ലാംഗ്വേജിൻ്റെ ബേസിക് കോൺസെപ്റ്റ്സിൽ വരുന്നതാണ് അല്ലേ. നോം ചോംസ്കി, ഫെർഡിനാൻഡ് ഡി സൊഷോർ ഇതുപോലുള്ള റൈറ്റേഴ്സൊക്കെ നമുക്ക് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതെല്ലാം നമുക്ക് ഓരോ കോൺസെപ്റ്റ്സും എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി പഠിക്കണം അല്ലേ. എങ്കിൽ മാത്രമേ ഒരു 1 വേർഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ വി ക്യാൻ ആൻസർ.
അപ്പം ഇതെല്ലാം വളരെ വൃത്തിയായിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, നെക്സ്റ്റ് തിയറീസ്. നമുക്കറിയാം അതിൽ തന്നെ തിയറീസ് ഉണ്ട്, മെത്തേഡ്സ് ഉണ്ട്, അപ്രോച്ച് ഉണ്ട്. ELT നമ്മുടെ PG എന്താണ് ഇലക്റ്റീവായിട്ട് ELT എന്നൊരു സബ്ജക്റ്റ് ഉണ്ട്, അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്. അതിൽ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഇൻ ടീച്ചിങ്, ഡിഫറെൻറ്റ് അപ്രോച്ചസ് ഇൻ ടീച്ചിങ്, ഇങ്ങനെ ഒരുപാട് വെറൈറ്റി ഓഫ് ടോപ്പിക്സുകളുണ്ട്. ഓക്കെ, അതാണ് ലാംഗ്വേജ് ബേസിക് കോൺസെപ്റ്റ്സ്, തിയറീസ് ആൻഡ് പെഡഗോജി, ഇംഗ്ലീഷ് ഇൻ യൂസ് എന്നുള്ള ഒരു ടോപ്പിക്കിലേക്ക് വരുമ്പം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ. ഓക്കെ, ഇനി യൂണിറ്റ് 6 എന്താണ്? ഇംഗ്ലീഷ് ഇൻ ഇന്ത്യ, ഹിസ്റ്ററി, ഇവല്യൂഷൻ and futures. Okay, English in India, history, evolution and futures. Okay, അപ്പോൾ ഇതും യൂണിറ്റ് 6ഉം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ നമുക്ക് എന്താണ് ഇന്ത്യൻ ലിറ്ററേച്ചർ, നമ്മൾ ഇന്ത്യൻ ലിറ്ററേച്ചറിൻ്റെ ഇവല്യൂഷൻ, നമുക്ക് ഒരുപാട് റൈറ്റേഴ്സ് ഉണ്ട് അല്ലേ? മുൽക്ക് രാജ് ആനന്ദ്, അനീത ദേശായി, കിരൺ ദേശായി, അതുപോലെ തന്നെ അരുന്ധതി റോയി, അരവിന്ദ് അഡിഗ, പിന്നെ ആരൊക്കെയാണ്? നമുക്ക് ഒരുപാട് ജയന്ത മഹാപത്ര, നിസിം എസക്കിയൽ, ഇങ്ങനെ ഒരുപാട് റൈറ്റേഴ്സ് ഉണ്ട് അല്ലേ? അപ്പം അവരുടെ എല്ലാം വർക്ക്സുകൾ ആരാണ് കോൺട്രിബ്യൂട്ട് ചെയ്തത്, അല്ലെങ്കിൽ എന്താണ് ടൈം ടു ചേഞ്ച് ഈസ് എ കളക്ഷൻ ഓഫ് പോയട്രി ബൈ ഹൂം എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ ഡെഫിനറ്റ്ലി വി ഹാവ് ടു ആൻസർ അല്ലേ? അപ്പം എന്താണ് ടൈം ടു ചേഞ്ച്? ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്ന് തിങ്ക് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരണമെങ്കിൽ എന്താണ് നമ്മളത് കൃത്യമായിട്ട് പഠിക്കണം. ഓക്കെ, അപ്പം ടൈം ചേഞ്ച് ഈസ് എ വർക്ക് ബൈ നിസിം എസക്കിയൽ. അതുപോലെ തന്നെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ആരുടെ വർക്കാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വർക്കാണ് അല്ലേ? ആരെങ്കിലുമൊക്കെ ലൈവായിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ആൻസർ ദ ക്വസ്റ്റ്യൻ. ഹു ഈസ് ദ ഓഥർ ഓഫ് ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്? Who is the author of the White Tiger? Who is the author of White Tiger? Okay, who is the author of the White Tiger? Okay, then again next question ചോദിക്കുകയാണെങ്കിൽ who is the author of Sea of Poppies? ഇങ്ങനെ ഒരുപാട് വർക്ക്സുകൾ, കാരണം ഓരോ മൊമെൻറ്റിലും ഓരോ നോവൽസ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇതുപോലെ ഓരോ ഓതേഴ്സിനെയും ഫെമിലറൈസ് ചെയ്യുന്ന ഓരോ ടോപ്പിക്സുകളും വീണ്ടും നമ്മൾ പഠിക്കേണ്ട ഒരു ഇമ്പോർട്ടൻസിനെ പറ്റി വീണ്ടും മനസ്സിലാക്കണം. ഓക്കെ, അപ്പം നെറ്റ് എക്സാം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള എല്ലാ മൈന്യൂട്ട് ടോപ്പിക്സുകളും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതാണ്. ഓക്കെ, മൈന്യൂട്ട് എന്നുള്ളതല്ല, എല്ലാ മേജർ ആൻഡ് മൈനർ ടോപ്പിക്സും വി ഹാവ് ടു കവർ. ഓക്കെ, അതാണ് ഇന്ത്യൻ ഇംഗ്ലീഷ് ഹിസ്റ്ററി ഇവല്യൂഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി യൂണിറ്റ് 7 കൾച്ചറൽ സ്റ്റഡീസ്. കൾച്ചറൽ സ്റ്റഡീസിൽ ഈ പ്രാവശ്യം എനിക്ക് തോന്നുന്നു ബിലോ 10 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, ബിലോ 10 മാർക്സിനുള്ള ചോദ്യങ്ങളായിരുന്നു കൾച്ചറൽ സ്റ്റഡീസ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു നിങ്ങളോട് ബ്രിട്ടീഷ് ലിറ്ററേച്ചറിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കൂടുതൽ ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന 2 യൂണിറ്റുകളാണ് യൂണിറ്റ് 8 ആൻഡ് യൂണിറ്റ് 9. ലിറ്റററി ക്രിറ്റിസിസം, ലിറ്റററി തിയറി, പോസ്റ്റ് വേൾഡ് വാർ സെക്കൻഡ്. ഓക്കെ, അതുപോലെ ഞാൻ എപ്പോഴും പറയുന്ന കാര്യങ്ങളാണ്. നമുക്ക് തിയറി എന്ന് പറയുന്നതും എന്താണ് ന്യൂ ക്രിറ്റിസിസം, റീഡർ റെസ്പോൺസ് തിയറി, പോസ്റ്റ് കൊളോണിയലിസം, മോഡേണിസം, പോസ്റ്റ് മോഡേണിസം, സ്ട്രക്ചറലിസം, പോസ്റ്റ് സ്ട്രക്ചറലിസം, അതുപോലെ റിസപ്ഷൻ തിയറി, ഇങ്ങനെ ഒരുപാട് തിയറികൾ നമുക്കുണ്ട് അല്ലേ? അപ്പം ഇതെല്ലാം തിയറികളുടെ ടൈറ്റിൽ മാത്രം പഠിച്ചുകൊണ്ട് കാര്യമില്ല. പോസ്റ്റ് കൊളോണിയലിസം, ഫോർ എക്സാമ്പിൾ, ഇഫ് വി ടേക്ക് പോസ്റ്റ് കൊളോണിയലിസം, ഡെഫിനറ്റ്ലി വി ഹാവ് ടു സ്റ്റഡി ഹോമി ബാബ ആൻഡ് ഗായത്രി സ്പിവക്, അതുപോലെ ഫ്രാൻസ് ഫാനൻ, എഡ്വേർഡ് സെയ്ദ്, ഇവരൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൈറ്റേഴ്സാണ്. സോ ഇവരെല്ലാം നമ്മൾ അവരുടെ വർക്ക്സുകൾ, അപ്പോൾ ഫോർ എക്സാമ്പിൾ ഹൂ ഈസ് ദ ഓഥർ ഓഫ് ദ റെസ്റ്റ് ഓഫ് ദി എർത്ത്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഡെഫിനറ്റ്ലി വി ഹാവ് ടു ആൻസർ ഹൂ ഈസ് ദ ഓഥർ? ഫ്രാൻസ് ഫാനൻ. യാ, ക്യാൻ ദ സബാൾട്ടൻ സ്പീക്ക്? ഹൂ ഈസ് ദ ഓഥർ ഓഫ് ദാറ്റ് എസ്സേ? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഓഫ് കോഴ്സ് ഗായത്രി സ്പിവക് അല്ലേ? അങ്ങനെ അതുപോലെ തന്നെ ഓറിയൻ്റലിസം, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഹൂസ് കോൺട്രിബ്യൂഷൻ ഈസ് ഓറിയൻ്റലിസം? ഡെഫിനറ്റ്ലി വി നോ ദാറ്റ് ഹൂ? എഡ്വേർഡ് സെയ്ദ് അല്ലേ? അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്ന ഒരു ടോപ്പിക്കാണ് ലിറ്റററി ക്രിറ്റിസിസവും ലിറ്റററി തിയറിയും. അത് ഒരു സിംഗിൾ സിറ്റിങ്ങിൽ പഠിച്ച് തീർക്കാവുന്ന ടോപ്പിക്കല്ല അല്ലേ? വളരെ വാസ്റ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ഫോക്കസ്ഡ് ആയിട്ട് വളരെ കെയർഫുള്ളായിട്ട് ഒരു കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടി മുമ്പോട്ട് പോയെങ്കിൽ മാത്രമേ ഈ ഒരു ലിറ്റററി ക്രിറ്റിസിസം ആൻഡ് ലിറ്റററി തിയറി എന്നുള്ള ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ക്ലിയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ.
ഇനി ഫൈനലി യു ഹാവ് യൂണിറ്റ് 10. യൂണിറ്റ് 10 എന്താണ്? റിസർച്ച് മെത്തേഡ്സ് ആൻഡ് മെറ്റീരിയൽസ് ഇൻ ഇംഗ്ലീഷ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, നെറ്റ് എക്സാം ക്രാക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ സപ്പോസ് ഇഫ് യു ക്രാക്ക് JRF ഡെഫിനറ്റ്ലി UGC ഈസ് പ്രൊവൈഡിങ് സം ഫെലോഷിപ്സ് അല്ലേ? അപ്പം എന്താണ് ആ ഒരു ഫെലോഷിപ്പ് തരുന്നത്? വെറുതെ അല്ല, വി ഹാവ് ടു ഡു റിസർച്ച്. അപ്പം റിസർച്ച് ചെയ്യുമ്പം ആർ വി അവെയർ അബൌട്ട് ദ ബേസിക് റിസർച്ച് മെത്തേഡ്സ്? ആ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും നമ്മുടെ ഉള്ളിൽ കാണും അല്ലേ? അപ്പം അതിനാണ് അവർ യൂണിറ്റ് 10 റിസർച്ച് മെത്തേഡ്സ് ആൻഡ് മെറ്റീരിയൽസ് ഇൻ ഇംഗ്ലീഷ്. കാരണം നമ്മളെല്ലാം തന്നെ വെൻ വി ബിക്കം ആൻ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഡെഫിനറ്റ്ലി വി വിൽ ഗോ ഫോർ എ റിസർച്ച് അല്ലേ? അപ്പോൾ റിസർച്ച് എന്ന് പറഞ്ഞാൽ റീസർച്ചിങ് അല്ലേ? അപ്പോൾ അവിടെ ഏത് മെത്തേഡ് യൂസ് ചെയ്യണം, ഏത് മെത്തഡോളജി, ഏത് തിയററ്റിക്കൽ ഫ്രെയിം വർക്ക് യൂസ് ചെയ്യണം, ഇങ്ങനെയുള്ള കുറേ അധികം കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടാവണം നമ്മുടെ റിസർച്ച് ബിഗിൻ ചെയ്യാൻ അല്ലേ? അപ്പോൾ അതിനെന്താണ് കുറച്ച് ബേസിക് ഐഡിയ നമുക്കുണ്ടായിരിക്കണം. അതാണ് ഈ ഒരു യൂണിറ്റ് 10 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻ ടോട്ടൽ ഇഫ് വി കവർ complete units, actually speaking we have 10 units, right? So if we complete the 10 units definitely we can master English literature alle appam we can master the topic called English literature, or we can be the again namukariya post graduation നേടുക എന്ന് പറയുമ്പോൾ തന്നെ actually പോസ്റ്റ് ഗ്രാജുവേഷൻ എന്ന് പറയുന്നത് തന്നെ മാസ്റ്റേഴ്സ് എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ? അപ്പം അതുപോലെ തന്നെ നമുക്ക് ഒരു എന്താണ് തറോ നോളജ് കോളേജിൽ പഠിപ്പിക്കാനായിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ ടെസ്റ്റായിട്ട് നെറ്റിനെ നമ്മൾ ട്രീറ്റ് ചെയ്യണം. അപ്പം എന്താണ് ഒരു പെർട്ടിക്കുലർ ഏരിയ മാത്രം ഫോക്കസ് ചെയ്താൽ പോരാ. എന്താണ് ആസ് വി സോ ഇൻ ദ പ്രീവിയസ് പേജ് യൂണിറ്റ് 1, യൂണിറ്റ് 2, യൂണിറ്റ് 3, അതായത് ഡ്രാമ, പോയട്രി, ബ്രിട്ടീഷ്, അമേരിക്കൻ, പോസ്റ്റ് കൊളോണിയൽ, എവറിത്തിങ് വി ഹാവ് ടു കവർ. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഓൾമോസ്റ്റ് ഓൾ ദ innovative trends that occur in literary theory, research methods, literary criticism, cultural studies, അതുപോലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ലാംഗ്വേജ്, അതായത് എന്തൊക്കെയാണെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു. സിങ്ക്രോണിക്, ഡയക്രോണിക്, സിൻഡാഗ്മാറ്റിക്, പാരഡിഗ്മാറ്റിക്, ലാങ്, പരോൾ, ഓക്കെ, ഇതെല്ലാം നമ്മൾ ഫോക്കസ് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ ഈ 10 യൂണിറ്റും എന്താണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു വൈഡ് സിലബസ് ആണ് അല്ലേ? അപ്പം ഈ 10 യൂണിറ്റും തറോ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നെറ്റ് ക്ലിയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിൽ തന്നെ വി ഹാവ് ടു ബി ഫോക്കസ് ടു ഗെറ്റ് JRF. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് സിലബസ് ഡിസ്കഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അപ്പോൾ ഇത്ര കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. വളരെ കുറച്ച് എന്നാൽ കുറേ അധികം പേർക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്നാൽ എപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള കുറേ ടേംസുകളാണ് ഞാൻ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ടേംസുകൾ വെൻ യു ഹിയർ ദ ടേം, if you are hearing it for the first time you can go through the definition there. Otherwise നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുള്ള ഒരു ടോപ്പിക് ആണെങ്കിൽ കൂടിയും ഇതാണോ കൃത്യമായിട്ടുള്ള ഡെഫിനിഷൻ, അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എങ്ങനെ ആൻസർ ചെയ്യണം, ഒരു കുറച്ച് 3 ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് ചോദിക്കുന്നുണ്ട്. അതായത് എങ്ങനെ ആയിരിക്കും നെറ്റിൽ അതിൻ്റെ ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഫോമാറ്റ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ മാത്രം ഒരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ കുറേ അധികം ടേംസുകൾ ഞാൻ പറഞ്ഞു ബിഗിനേഴ്സിന് വേണ്ടിയുള്ളതായതുകൊണ്ട് തന്നെ നിങ്ങളെ ആദ്യം തന്നെ എന്താണ് കൺഫ്യൂസ്ഡ് ആക്കണ്ട എന്ന് കരുതി വളരെ ലൈറ്റായിട്ടുള്ള ടേംസ് ആണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഏറ്റവും ഈസിലി കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റുന്ന നോട്ട്സുകൾ. ഫസ്റ്റ് വൺ, റിനസൻസ്. ഓക്കെ, നമ്മളെപ്പോഴും അതായത് ലിറ്ററേച്ചർ സ്റ്റുഡൻസ് വെൻ വി കവർ 14th century it is we have to focus on the 15th century. Okay, 15th century is also known as the golden age of literature, English literature, and at the same time it is also known as Elizabethan age. Okay, വേറൊരു പേര് നമ്മൾ അതിന് കൊടുക്കാറുണ്ട്, എന്താണ്? the age of Renaissance. Okay, അപ്പം ഇവിടെ റിനസൻസ് എന്താണ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്, അല്ലെങ്കിൽ റിനസൻസ് എന്നുള്ള ടേം ആണ് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്താണ് റിനസൻസ്? സോ ലെറ്റ്സ് ഗോ ത്രൂ ദ ഡെഫിനിഷൻ ഫസ്റ്റ്. Okay, Renaissance, it means revival or rebirth of Greek learning. So എല്ലാ നെറ്റ് എക്സാമിന് മാത്രമല്ല സെറ്റിനും ചോദിക്കുന്ന ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ from the following എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ. what do you mean by Renaissance? what is Renaissance? So we can say that it is the revival or rebirth of classical learning or Greek learning, art, literature and culture of the Middle Ages in Europe. In England,
It came through Italy and flourished in Elizabethan age in the works of Shakespeare, Spenser, Marlowe and Ben Jonson. ഇവരൊക്കെയാണ് റിനസൻസ്. ഞാൻ പറഞ്ഞു 15th century is also known as age of Renaissance, and Renaissance means rebirth or revival of classical learning. അല്ലേ? നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വർക്ക്സുകളെ അല്ലെങ്കിൽ ഏറ്റവും എന്താണ് നമ്മളെ എൻ്റർടൈൻ ചെയ്യുന്ന വർക്ക്സുകൾ, എൻ്റർടൈനിങ് പ്ലസ് നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന വർക്ക്സുകളൊക്കെയാണ് ഗ്രീക്ക് വർക്ക്സുകൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ സ്പിരിറ്റ് എൻകറേജ് ചെയ്യുന്ന കുറേയധികം വർക്ക്സുകൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട പീരീഡാണ് ഏജ് ഓഫ് റിനസൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡെഫിനറ്റ്ലി വി ഹാവ് ടു ഫോക്കസ് ഓൺ ദ റൈറ്റേഴ്സ് ലൈക്ക് ഷേക്സ്പിയർ, വില്യം ഷേക്സ്പിയർ, ഹാംലെറ്റ്, and his important tragedies are Hamlet, Othello, Macbeth and King Lear. അതുപോലെ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട മറ്റൊരു ഫേമസ് റിനസൻസ് പീരീഡിലെ റൈറ്ററാണ് എഡ്മണ്ട് സ്പെൻസർ. അതും അദ്ദേഹത്തെയും നമുക്കറിയാം അല്ലേ. എഡ്മണ്ട് സ്പെൻസറിൻ്റെ ഫെയറി ക്വീൻ എന്നുള്ള വർക്ക് മതി അദ്ദേഹത്തെ ഓർത്തിരിക്കാനായിട്ട്. പിന്നെ ഉണ്ടല്ലോ സ്പെൻസറിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള വർക്ക്സുകൾ എപ്പിത്തലാമിയൻ, പ്രോത്തലാമിയൻ, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള വർക്കുകളാണ്. ഇനി ഷേക്സ്പിയർ, സ്പെൻസർ, സിഡ്നി ഈസ് ദയർ. ഓക്കെ, അതിനുശേഷം നമ്മൾ വരുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള ഓതേഴ്സിനെ മാത്രമേ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. ബട്ട് വി നോ ദാറ്റ് എന്താണ് അവിടെ ഒരു നമ്പർ ഓഫ് റൈറ്റേഴ്സ് ആർ ദയർ, റൈറ്റ്? ലൈക്ക് സിഡ്നി ഈസ് ദയർ, ആൻഡ് ജോർജ് പീൽ, തോമസ് കിഡ് ഈസ് ദയർ, ആൻഡ് ഇത് മാർലോ എന്നുള്ള റൈറ്ററിനെയാണ് നമുക്ക് നെക്സ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്, ക്രിസ്റ്റഫർ മാർലോ, വൺ ഹൂ ബിലോങ്സ് ടു ദ കാറ്റഗറി ഓഫ് യൂണിവേഴ്സിറ്റി വിറ്റ്സ്. അപ്പോൾ അവിടെയും നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം അല്ലേ. എന്താണ് യൂണിവേഴ്സിറ്റി വിറ്റ്സ്? ദ ഗ്രൂപ്പ് ഓഫ് റൈറ്റേഴ്സ് ഹു ഗോട്ട് എഡ്യൂക്കേഷൻ അറ്റ് ഫേമസ് യൂണിവേഴ്സിറ്റീസ്, ഇംഗ്ലണ്ട്, ഓക്സ്ഫോർഡ് അല്ലേ. ഇതൊക്കെ നമ്മൾ ഓക്സ്ഫോർഡ്, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും എഡ്യൂക്കേഷൻ റിസീവ് ചെയ്ത റൈറ്റേഴ്സിനെയാണ് നമ്മൾ മെറ്റഫിസിക്കൽ റൈറ്റേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ക്രിസ്റ്റഫർ മാർലോ ഈസ് വൺ അമംഗ് ദം, ആൻഡ് ഹിസ് ഫേമസ് വർക്ക് ഡോക്ടർ ഫോസ്റ്റേഴ്സ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള വർക്കാണ് ഡോക്ടർ ഫോസ്റ്റേഴ്സ്. ആൻഡ് ദർ ആർ ടാംബുർലിൻ ദ ഗ്രേറ്റ്, ജ്യൂ ഓഫ് മാൾട്ട, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള വർക്ക്സുകളാണ്. ആൻഡ് അഗെയിൻ വി ഹാവ് അനദർ റൈറ്റർ, ബെൻ ജോൺസൺ. നമുക്കറിയാം എവറി മാൻ ഇൻ ഹിസ് ഹ്യൂമർ, എവറി മാൻ ഔട്ട് ഓഫ് ഹിസ് ഹ്യൂമർ, വോൾപോണി, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ വർക്കുകളാണ്. ദ ആൽക്കമിസ്റ്റ് ഇത് ബെൻ ജോൺസൻ്റെ വർക്കുകളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വർക്ക്സുകൾ കോമഡി ഓഫ് ഹ്യൂമേഴ്സ് നമ്മൾ പറയുന്നതാണ്. ഹ്യൂമേഴ്സ് എന്തൊക്കെയായിരുന്നു അതെല്ലാം നമ്മൾ ഓൾറെഡി ഇനി ഉള്ള വരുന്ന വീഡിയോസിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഓരോ റൈറ്റേഴ്സിനെയും ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ദെൻ ഇതാണ് റിനസൻസ്. ഒന്നുകൂടി നമുക്ക് ആ ഡെഫിനേഷൻ പറയാം. റിനസൻസ് മീൻസ് റിവൈവൽ ഓർ റീബർത്ത് ഓഫ് ഗ്രീക്ക് ലേണിംഗ്. അത്രയുമെങ്കിലും ആ ഒരു ഫസ്റ്റ് ലൈനെങ്കിലും നമ്മൾ എന്താണ് പഠിച്ചിരിക്കുക. അതായിരിക്കണം റിനസൻസ് എന്നുള്ളതിൻ്റെ ഒരു ബേസിക് ഐഡിയ. ഓക്കെ, ഇനി റിഫർമേഷൻ, നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആണ് റിഫർമേഷൻ. എന്താണ് റിഫർമേഷൻ? Reformation was a religious movement led by Martin Luther in the 15th century. It protected against the practices of Roman Catholic Church, and it advocated complete faith in the Bible and in one's own soul for salvation. അപ്പം എന്താണ് Reformation? It was a religious movement and it protected against the practices of it is not protected, it is protested. Grammatical mistake aanu. It is protested against the practices of it protested against the practices of Roman Catholic Church, and it advocated completed faith in the Bible and again okay, some typographical errors are there. It advocated complete faith in the Bible and in one's own soul for salvation. Okay, അതാണ് റിഫർമേഷൻ എന്നുള്ള ഒരു ടോപ്പിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എക്സ്പോണൻ്റ് മാർട്ടിൻ ലൂതർ ആണ്. അത് മാത്രം ഓർത്തിരിക്കുക. ഓക്കെ, ഇറ്റ് പ്രൊട്ടസ്റ്റഡ് അഗെയിൻസ്റ്റ് ദ പ്രാക്ടീസ്. നമുക്കിപ്പോൾ തന്നെ അത് എന്താണ് തെറ്റ്? ഇറ്റ് പ്രൊട്ടസ്റ്റഡ് against the practices of Roman Catholic Church, and it advocated complete faith in Bible and in one's own soul for salvation. Okay, okay, typographical error ആയതുകൊണ്ട് തന്നെ അത് നമുക്ക് ക്ലിയർ ചെയ്യാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓക്കെ, ആ ഒരു
So okay, again please pardon me, the marks are still there, so please pardon me. Okay, next topic, poetic justice. Okay, poetic justice, what do you mean by poetic justice? The term was coined by Thomas Rhymer. The term was coined by Thomas Rhymer. Okay, now that mark is not there, now everything is clear. So let's move on to our topic, poetic justice. The term was coined by Thomas Rhymer. So there can be a chance for asking the question like this: who coined the term poetic justice? Who coined the term poetic justice? It means the exact reward or punishment given to a character according to his good or bad deeds. Okay, അതായത് ക്യാരക്ടറിൻ്റെ ഗുഡ് ഓർ ബാഡ് ഡീഡ്സിനെ ബേസ് ചെയ്ത് പണിഷ്മെൻറ്റ് കൊടുക്കുക, അതിനാണ് പോയറ്റിക് ജസ്റ്റിസ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദ ടേം വാസ് കോയിൻഡ് ബൈ തോമസ് റൈമർ. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്, പോയറ്റിക് ലൈസൻസ്. അഗെയിൻ പോയറ്റിക് ജസ്റ്റിസ് പോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ് പോയറ്റിക് ലൈസൻസ്, ആൻഡ് ഇറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ജോൺ ഡ്രൈഡൻ. ഇനി എന്താണ് പോയറ്റിക് ലൈസൻസ്? ഇറ്റ് മീൻസ് എ സർട്ടൻ എമൗണ്ട് ഓഫ് ലിബർട്ടി enjoyed by the poets in the use of grammar, word order or coinage of words in order to produce greater poetic effect. Okay, poetic license is always experienced by the poets. Okay, അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഫ്രീഡം, they can introduce new words, they can they can be powerful in the use of, they can be selective in the use of grammar, word order, coinage of words, everything is up to the poets. Okay, അപ്പോൾ അതാണ് പോയറ്റിക് ലൈസൻസ് എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് കോയിൻഡ് ബൈ ജോൺ ഡ്രൈഡൻ. ഐ ഓൾറെഡി ടോൾഡ് ഓർ ഐ ഓൾറെഡി ഷെയർഡ് ദിസ് ഇൻഫർമേഷൻ. ഓക്കെ, അതാണ് പോയറ്റിക് ലൈസൻസ്. ഇനി നെക്സ്റ്റ് ഞാൻ പറഞ്ഞു, ബിഗിനേഴ്സിനെ സംബന്ധിച്ച് നമുക്കറിയാം ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോയട്രി. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോയട്രി? ഏതൊക്കെയാണ് ടൈപ്സ് ഓഫ് പോയട്രി? എപ്പിക് ഈസ് ദയർ, ഓഡ് ഈസ് ദയർ, ബാലഡ് ഈസ് ദയർ, സോണറ്റ് ഈസ് ദയർ അല്ലേ. അങ്ങനെ ലിറിക് ഉണ്ട്, സറ്റയർ ഉണ്ട്, ഒരുപാട് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് പോയട്രി അല്ലേ. അപ്പോൾ അല്ലെങ്കിൽ ഒരുപാട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ആണ് എപ്പിക് അല്ലേ. അപ്പം എന്താണ് എപ്പിക് എന്നൊരു ക്വസ്റ്റ്യൻ വരുമ്പം അതെങ്ങനെ നമുക്ക് ആൻസർ ചെയ്യാം? ഓക്കെ, എപ്പിക് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ആൻഡ് മോസ്റ്റ് സബ്ലൈം ഫോം ഓഫ് പോയട്രി. It is a long poem divided into several books celebrating the life, heroic deeds and achievements of a national hero, whether historical or legendary. And there is one subcategory of epic, that is mock epic or mock heroic satire. Mock epic is a parody of the real epic in a light, non-serious mood. In a light, non-serious mood. Okay. So epic എന്ന് പറയുന്നതാണ് ഏറ്റവും ഗ്രേറ്റസ്റ്റ് ഓർ ദ മോസ്റ്റ് സബ്ലൈം ഫോം ഓഫ് പോയട്രി. ഓക്കെ, അങ്ങനെ വരുമ്പോൾ സബ്ലൈം എന്നുള്ള വേർഡ് കണ്ടുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഓൺ ദ സബ്ലൈം ഈസ് ഓതേർഡ് ബൈ ഹൂം? ഇറ്റ് ഈസ് റിട്ടേൺ ബൈ എ വെരി ഫേമസ് ക്രിട്ടിക് ലോഞ്ചൈനസ് അല്ലേ. ഇതൊക്കെ എന്താണ്, നമ്മൾ ഓരോ വേർഡ് കാണുമ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ്. അപ്പോൾ അങ്ങനെ നിങ്ങളെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യാനുള്ള ഒരു മെൻറ്ററിൻ്റെ സപ്പോർട്ട് നമുക്ക് എപ്പോഴും ഉണ്ടെങ്കിൽ നമുക്ക് ഈസിലി നെറ്റ് ക്രാക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി ഞാൻ ഓൾറെഡി പറഞ്ഞു ലോങ് പോയമാണ് അല്ലേ. ഇപ്പം എപ്പിക്കിന് ഏറ്റവും വലിയ എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റുന്നത് ഏതാണ്? രാമായണ ആൻഡ് മഹാഭാരത. അതാണ് നമ്മുടെ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള രണ്ട് എപ്പിക്സുകൾ എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ലെങ്ത് നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലേ. അപ്പം അതാണ് ലോങ് പോയം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനിയും എപ്പിക്സിൽ തന്നെ വളരെ ഡിഫറെൻ്റ്, അതായത് വളരെ ഫേമസ് ആയിട്ടുള്ള എപ്പിക്സുകളുണ്ട്. ആ എപ്പിക്സുകളാണ് ഇനി നമ്മുടെ നെക്സ്റ്റ് സ്ലൈഡിൽ നമ്മൾ പറയാൻ പോകുന്നത്, ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം, UGC NET ഡിസംബറിൽ നടക്കുന്ന എക്സാം ക്ലിയർ ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് കൃത്യമായ മെൻറ്റർഷിപ്പോടുകൂടിയും കൃത്യമായ വീഡിയോ ക്ലാസ്സും നൽകി അവരുടെ ഡൗട്ട്സുകളെല്ലാം ക്ലിയർ ചെയ്ത് വളരെ കൃത്യമായ സ്ട്രാറ്റജിയോടുകൂടി PDF നോട്ട്സും പ്രൊവൈഡ് ചെയ്ത് അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ നടത്തി നിങ്ങൾക്ക് നെറ്റ് കിട്ടാൻ വേണ്ടി, നിങ്ങളെ ട്രെയിൻ ചെയ്യിക്കാൻ വേണ്ടി പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്.
ഇതൊക്കെയാണ് കോഴ്സസ്. ജനറൽ പേപ്പർ, ഇക്കണോമിക്സ്, മാനേജ്മെൻറ്റ്, ഇംഗ്ലീഷ്, കൊമേഴ്സ്, CSIR, ഫിസിക്സ്. സോ ഈ ഒരു കോംപ്രിഹെൻസീവ് UGC NET ഡിസംബർ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. 9777882692. ഓക്കെ, ഒരുപാട് ഇൻഫർമേഷനും ഒരുപാടധികം PDF നോട്ട്സുകളും റെക്കോർഡഡ് ക്ലാസ്സുകളും ഒക്കെ നിങ്ങൾക്ക് കിട്ടും എന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. Famous epics. I told you epic is a long narrative poem. Okay, and these are the famous epics: the Iliad, the Odyssey, the Ramayana, Mahabharata, Aeneid, Beowulf, the Divine Comedy, Fairy Queen, the Paradise Lost, Rape of the Lock, and Don Juan. ഇത്രയല്ല നമുക്ക് വളരെ എന്താണ് കുറേയധികം എപ്പിക്സുകളുണ്ട്. പക്ഷേ അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഈസിലി റിക്കലക്ട് ചെയ്യാൻ പറ്റുന്ന വർക്ക്സുകൾ മാത്രമാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ഹോമറിൻ്റെ ആണ് ഇലിയഡ്, ഒഡീസി, അതുപോലെ രാമായണ, മഹാഭാരത, ഏനിഡ് വെർജിലിൻ്റെ, ബിയൂൾഫ്, ഓതർ അനോണിമസ് ആണ്, ഡാൻറ്റേസ് ഡിവൈൻ കോമഡി, എഡ്മണ്ട് സ്പെൻസർ ഫെയറി ക്വീൻ, ജോൺ മിൽട്ടൺസ് പാരഡൈസ് ലോസ്റ്റ്, ആൻഡ് പോപ്സ് റേപ്പ് ഓഫ് ദ ലോക്ക്, ആൻഡ് ലോർഡ് ബൈറൺസ് ഡോൺ ജുവാൻ. ഓക്കെ, ഇതൊക്കെയാണ് വളരെ ഫേമസ് ആയിട്ടുള്ള എപ്പിക്സുകൾ. ഇനി നമുക്ക് വരുന്ന എപ്പിക്കിന് ശേഷം വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സോണറ്റ്. എന്താണ് സോണറ്റ്? ദിസ് ടേം ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ഇറ്റാലിയൻ വേർഡ് സൊണറ്റോ, വിച്ച് മീൻസ് എ ലിറ്റിൽ സൗണ്ട്. അപ്പം അങ്ങനെ ചോദിക്കാം, ദ സോണറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം, അങ്ങനെ ചോദിക്കുമ്പോൾ സോണറ്റോ. ആൻഡ് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് സോണറ്റോ അങ്ങനെ ചോദിക്കാം. അപ്പം എന്താണ്? എ ലിറ്റിൽ സൗണ്ട്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് എൻ ഇറ്റാലിയൻ വേർഡ്. ഇനി എന്താണ്? ഇറ്റ്സ് എ മ്യൂസിക്കൽ പോയം. വി നോ ദാറ്റ് സോണറ്റ് ഈസ് എ 14-lined poem. Okay, 14-lined poem, and it is written in iambic pentameter and linked by an intricate rhyme scheme. And there are two types of sonnets: Petrarchan sonnets and Shakespearean sonnet. Petrarchan sonnets can be divided into octave and sestet. Okay, and Shakespearean sonnets endana? It is followed by a couplet. അതൊക്കെ ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? AB AB CD CD EF EF GG, 3 quatrains followed by a couplet. അതാണ് ഷേക്സ്പീരിയൻ സോണറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സോണറ്റിനെ പറ്റി നമുക്ക് ഷെയർ ചെയ്യാനുള്ളത്. ഇതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷനാണ് അല്ലേ? അപ്പം കേൾക്കുന്നവർക്ക് അറിയാം മിസ് ഇത്രയും സിമ്പിൾ ടോപ്പിക്സ് ആണോ എന്ന് ചോദിച്ചാൽ എൻ്റെ എയിം എന്താണ്? നിങ്ങൾ ബിഗിനേഴ്സാണ്. അപ്പം നിങ്ങൾക്കൊരു ബേസിക് ഫൗണ്ടേഷൻ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയുള്ള ടോപ്പിക്സുകൾ സെലക്ട് ചെയ്തത്. ഓക്കെ, ഇനി ഫേമസ് സോണറ്റ്സുകൾ: ഫിലിപ്പ് സിഡ്നീസ് എസ്ട്രോഫൽ ആൻഡ് സ്റ്റെല്ല, ജോൺ മിൽട്ടൺസ് ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ്, W.B. Yeats ലെഡ ആൻഡ് ദ സ്വാൻ, ഷേക്സ്പീരിയൻ സോണറ്റ്സ് ഉണ്ടല്ലോ, ലെറ്റ് മീ നോട്ട് ട്രൂ ദ മാരേജ് ഓഫ് ട്രൂ മൈൻഡ്സ് ഉണ്ട്, സോണറ്റ് 16 ഉണ്ട്. ആൻഡ് ഷേക്സ്പീരിയൻ സോണറ്റ് ഈസ് പബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1609. അതെപ്പോഴും നെറ്റിന് ചോദിക്കുന്ന ഒരു എക്സാമാണ്, ദ പബ്ലിക്കേഷൻ ഇയർ ഓഫ് ഷേക്സ്പീരിയൻ സോണറ്റ്. നെറ്റിനും സെറ്റിനും ഒക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി എഡ്മണ്ട് സ്പെൻസേഴ്സ് എമോറിറ്റി ആൻഡ് ഷെല്ലീസ് ഒസിമാൻഡിയാസ്. ഇതൊക്കെയാണ് വളരെ ഫേമസ് ആയിട്ടുള്ള സോണറ്റ്സുകൾ. ഇനി ഓഡ്, അതുപോലെ തന്നെ നമുക്ക് ഡിഫൈൻ ചെയ്യേണ്ട ഒന്നാണ് ഓഡ്. വാട്ട് ഡു യു മീൻ ബൈ ഓഡ്? ഇറ്റ്സ് എ ലോങ് ലിറിക്കൽ പോയം, സീരിയസ് ഇൻ സബ്ജക്റ്റ്. സീരീസ് അല്ല, ഇറ്റ് ഈസ് സീരിയസ് ഇൻ സബ്ജക്റ്റ്, എലിവേറ്റഡ് ഇൻ സ്റ്റൈൽ ആൻഡ് ഇലാബറേറ്റ് ഇൻ എ സ്റ്റാൻസൈക് സ്ട്രക്ചർ. ഓക്കെ, ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് ആൻ അഡ്രസ്. ഓക്കെ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ. ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് ആൻ അഡ്രസ് ടു ദ ഒബ്ജക്റ്റ് or the person about whom it is written. Okay, so there are two types of ode. Okay, one type of ode is mentioned here, the pindaric ode. The pindaric odes are written on the model of the odes written by Pindar, the great Greek poet. They are choric in character and designed to be sung by a troupe of dancers in churches or public halls. Okay, then ഓഡ് ഒന്നും കൂടി നോക്കുക. ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് ആൻ അഡ്രസ്. ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് ആൻ അഡ്രസ് ടു ദ ഒബ്ജക്റ്റ് ഓർ ദ പേഴ്സൺ. ഈ ഓടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം ഓർമ്മ വരുന്ന ഒരു ലിറ്റററി ഫിഗർ ഉണ്ട്. അതാരാണ്? ജോൺ കീറ്റ്സ് അല്ലേ? ഓഡ് ടു നൈറ്റിംഗേൽ, പിന്നെന്താ ഓഡ് ഓൺ എ ഗ്രേഷ്യൻ ഏൺ. ഇതൊക്കെ ജോൺ കീറ്റ്സിൻ്റെ വർക്ക്സുകളാണ്. ഇനി വേറെയും എന്താണ് ഒരുപാടധികം ഓഡ്സുകൾ നമുക്ക് മെൻഷൻ ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ദീസ് ആർ ദ ഫേമസ് odes: Ode on a Grecian Urn, John Keats; Ode to Westwind by P.B. Shelley;
Ode on Solitude by Pope. Who is the author of Ode on Solitude? എന്ന് ചോദിക്കുമ്പോൾ here we are getting the information, right? Ode on Solitude is written by Alexander Pope. Okay, again, Dejection and Ode. Who is the author of Dejection and Ode? Coleridge, Samuel Taylor Coleridge. Ode on Intimations of Immortality from Recollections of Early Childhood. It is authored by William Wordsworth. അല്ലേ? ഓക്കെ, അപ്പോൾ ഇത്രയും ഓഡ് ഓൺ ഇൻറ്റിമേഷൻസ് ഓഫ് ഇമ്മോർട്ടാലിറ്റി എന്ന് മാത്രമായിരിക്കും നമ്മൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത്. വേർ ദർ ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് കോൾ ചൈൽഡ് ഈസ് ദ ഫാദർ ഓഫ് മാൻ. ഇതൊക്കെ നമ്മുടെ ഓഡ് ഓൺ ഇൻറ്റിമേഷനിലാണ്. അതുപോലെ തന്നെ ഓഡ് ടു വെസ്റ്റ് വിൻഡിലാണ്. ഇഫ് വിൻഡർ കംസ് ക്യാൻ സ്പ്രിംഗ് ബി ഫാർ ബിഹൈൻഡ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടോപ്പിക് ഈസ് എലിജി. എന്താണ് എലിജി? അതിൻ്റെ ഒരു ഡെഫിനേഷനും ഹിയർ we are getting a definition of elegy. An elegy is essentially a poem of mourning or lamentation on the death of some particular person. In the wider sense, it may also be a poem of mourning on the mortality and vanity of human life in general. Okay, അപ്പം എലിജി എന്ന് പറയുമ്പം എപ്പോഴും ഒരു ലമെൻറ്റേഷൻ ആണ് ഓവർ ദ ലോസ് ഓഫ് സംബഡി. ഓക്കെ, ഇനിയും അതിലൊരു പ്രത്യേകം മെൻഷൻ ചെയ്യേണ്ട ഒരു കാറ്റഗറിയാണ് ഏത്? പാസ്റ്ററൽ എലിജി. പാസ്റ്ററൽ എലിജി എന്താണ്? ലിസിഡസ് ഒരു പാസ്റ്ററൽ എലിജിയാണ്. ജോൺ മിൽട്ടൺസ് ലിസിഡസ് ഇസ് എ പാസ്റ്ററൽ എലിജി and it is presumed that the poet is a shepherd mourning the death of a fellow shepherd. Okay, it is presumed that the poet is a shepherd mourning the death of a fellow shepherd. അപ്പോൾ ഇതൊക്കെയാണ് എലിജി എന്നുള്ള ടേമിനെ ഡിഫൈൻ ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡെഫിനേഷൻ. അതിൽ തന്നെ പാസ്റ്ററൽ എലിജി എന്താണെന്നും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. ഇനി ഫേമസ് എലിജീസ് ഉണ്ട്. Lycidas is an elegy written by John Milton. Here he mourns over the loss of or laments the loss of Edward King. Okay, then next famous elegy is In Memoriam. It is written by Tennyson, Alfred Lord Tennyson. Here he laments the loss of Arthur Henry Hallam. Okay, ഇതെല്ലാം ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നതാണ്. ഓക്കെ, then again another important elegy written in a country churchyard. Okay, it is written by Thomas Gray and here this poem is dedicated to, or here he is lamenting the loss of Richard West. Thyrsis, it's written by Arnold. Again അവിടെ അദ്ദേഹം എന്താണ്, ആരെയാണ് ലമൻറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആരുടെ നഷ്ടത്തെ പറ്റിയാണ് വിലപിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ആർതർ ഹ്യൂ ക്ലബ്. ഓക്കെ, finally we have the elegy Adonais. It is written by Shelley and Shelley is mourning over the death of John Keats. Okay, mourning over the death of John Keats. ഇത്രയൊന്നും അല്ല നമ്മുടെ എലിജി കളക്ഷനിലുള്ളത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഓർമ്മയിൽ വരുന്ന കുറച്ച് എലിജീസ് മാത്രമാണ് ഞാനിവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് കാറ്റഗറിയാണ് ബാലഡ്. The word ballad literally means a dance song. Troop of wandering singers used to sing them from village to village, and they generally sang of the various brave deeds and heroic exploits of the historical or legendary heroes and knights. ബാലഡ്സിൽ തന്നെ ഫോക്ക് ബാലഡ്സുകളുണ്ട്. പണ്ട് പാണന്മാരൊക്കെ പാടി നടന്ന പാട്ടുകളില്ലേ, അതൊക്കെ നമുക്ക് ബാലഡ് കാറ്റഗറിയിൽ പെടുത്താവുന്നതാണ്. അപ്പോൾ അതിൽ പലതിനും അനോണിമസ് ഓതേഴ്സാണുള്ളത്. പക്ഷേ അല്ലാതെ എന്താണ്, ഒരു ഡാൻസ് സോങ് എന്നുള്ള രീതിയിലും ഒക്കെ നമുക്ക് ബാലഡ്സ് ഉണ്ട്. ആ ബാലഡ് ഫോംസിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ബാലഡ്സുകളാണ് ലാബെല്ലെ ഡാൻസ് ആൻഡ് മേഴ്സി. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു വർക്കുകളാണ് അല്ലേ, അത് വർക്കാണ് ജോൺ കീറ്റ്സിൻ്റെ എ ലേഡി വിത്തൗട്ട് എ ബ്യൂട്ടിഫുൾ ലേഡി വിത്തൗട്ട് മേഴ്സി. അതാണ് അതിൻ്റെ ട്രാൻസ്ലേഷൻ. ലാബെല്ലെ ഡാൻസ് ആൻഡ് മേഴ്സി റിട്ടൺ ബൈ കീറ്റ്സ്. Again we have Coleridge, the rhyme of ancient mariner. Water, water everywhere, but not a drop to drink. So it's a famous ballad written by Coleridge and these lines are from a rhyme of ancient mariner. Again, Annabel Lee is a famous ballad by Edgar Allan Poe. Solitary Reaper is a ballad by William Wordsworth. അപ്പോൾ ഇതൊക്കെയാണ് ഫേമസ് ആയിട്ടുള്ള ബാലഡ്സുകൾ.
ഇനി നിങ്ങളോട് 3 ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതായത് വാട്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആർ ആസ്ക്ഡ് ഇൻ UGC നെറ്റ് എക്സാം എന്ന് ഞാൻ അതിനെപ്പറ്റി ഒരു ഹിൻഡ് തരുമെന്ന് ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിരുന്നു. ആ 3 ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ ഞാൻ ഓൾറെഡി പറഞ്ഞു ഫ്രം വെയർ ടു സ്റ്റാർട്ട്, വിച്ച് ഏരിയ വി ഹാവ് ടു ഫോക്കസ് മോർ, വാട്ട് ഓൾ ആർ ദ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്, ഇതൊക്കെയുണ്ട്. അപ്പം ഇങ്ങനെ അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ അല്ലേ. അപ്പം അതിൽ നിന്നെടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. ഈസ്റ്റ് ഈസ് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ഈസ് വെസ്റ്റ് ആൻഡ് നെവർ ദ ട്വെയിൻ ക്യാൻ മീറ്റ്, ഹൂസ് ലൈൻസ് ആർ ദീസ്? ഓപ്ഷൻസ് എ ഹൗസ്മാൻ, റൂഡിയാർഡ് കിപ്ലിംഗ്, ബർണാഡ് ഷോ ആൻഡ് WB Yeats. These are the 4 options. ഓക്കെ, അപ്പം ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആർക്കെങ്കിലും അറിയാമോ എങ്കിൽ നിങ്ങൾക്കതവിടെ മാർക്ക് ചെയ്യാവുന്നതാണ്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ റൂഡിയാർഡ് കിപ്ലിംഗ് ആണ്. ആൻഡ് ഹൂ ഈസ് ദ ഓഥർ ഓഫ് ദ പോയം ഇഫ്, ആൻഡ് ഹൂ ഈസ് ദ ഓഥർ ഓഫ് ദ വർക്ക് ജംഗിൾ ബുക്ക്. ഓക്കെ, ജംഗിൾ ബുക്ക് എന്നുള്ള വർക്കൊക്കെ എഴുതിയ വളരെ ഫേമസ് ആയിട്ടുള്ള റൈറ്ററാണ് റൂഡിയാർഡ് കിപ്ലിംഗ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ലൈനാണ് ഈസ്റ്റ് ഈസ് ഈസ്റ്റ്, വെസ്റ്റ് ഈസ് വെസ്റ്റ് ആൻഡ് നെവർ ദ ട്വെയിൻ ക്യാൻ മീറ്റ്. ഓക്കെ, ക്ലിയർ? Okay, next question. Okay, next question. D.H. Lawrence called one of his novels Thought Adventure. D.H. Lawrence modernist writer ആണ്, who is the author of Sons and Lovers. Okay, അദ്ദേഹത്തിൻ്റെ ഏത് വർക്കിനെയാണ് അദ്ദേഹം തോട്ട് അഡ്വഞ്ചർ എന്ന് അഡ്രസ്സ് ചെയ്തിട്ടുള്ളത്? The correct answer is Kangaroo. Okay, the correct answer is Kangaroo. Okay, clear? അതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പോൾ D.H. Lawrence called one of his novels Thought Adventure. ഇനി നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ. ദിസ് ഈസ് അവർ തേർഡ് ക്വസ്റ്റ്യൻ. ഇഫ് പോപ്പ്, അലക്സാണ്ടർ ഫെമിലിയർ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റൈറ്ററാണ്. അലക്സാണ്ടർ പോപ്പ് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റൈറ്ററാണ് അല്ലേ. അപ്പോൾ ഇഫ് പോപ്പ് ബി നോട്ട് എ പോയറ്റ്, വെർ ഈസ് പോയട്രി ടു ബി ഫൗണ്ട്? ഹൂ മെയ്ഡ് ദിസ് ഒബ്സർവേഷൻ? അതാണ് നമ്മളോടുള്ള ചോദ്യം. അലക്സാണ്ടർ പോപ്പ് എന്നുള്ള റൈറ്ററിനെ അദ്ദേഹത്തിൻ്റെ എസ്സേ ഓൺ മാൻ, എ ലിറ്റിൽ ലേണിംഗ് ഇസ് എ ഡേഞ്ചറസ് തിങ് എന്നൊക്കെ കമൻറ്റ് ചെയ്ത വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫിഗറാണ് അലക്സാണ്ടർ പോപ്പ് അല്ലേ. റേപ്പ് ഓഫ് ദ ലോക്ക് ഒക്കെ അദ്ദേഹത്തിൻ്റെ വർക്കാണ്. ഡ്രൈഡൻ പോപ്പ്, ഈ റൈറ്റേഴ്സൊക്കെ നിയോ ക്ലാസിക്കൽ ടൈമാണ്. അപ്പം ഇവിടെ നമ്മളോട് ചോദിച്ചേക്കുന്നത് ഇഫ് പോപ്പ് ബി നോട്ട് എ പോയറ്റ്, വെർ ഈസ് പോയട്രി ടു ബി ഫൗണ്ട്? അപ്പോൾ ഈ കമൻറ്റ് പറഞ്ഞിരിക്കുന്നത് ഡോക്ടർ ജോൺസൺ. ഡോക്ടർ ജോൺസൺ പറഞ്ഞ കമൻറ്റാണ്. ലെക്സിക്കോഗ്രാഫർ ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ് ഡോക്ടർ ജോൺസൺ. ഇറ്റ് ഈസ് ഹീ ഹൂ കോൺട്രിബ്യൂട്ടഡ് ഡിക്ഷണറി ടു ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ അവിടെ നമ്മൾ 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്താണ് 3 സാമ്പിൾ ക്വസ്റ്റ്യൻസാണ് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പക്ഷേ ഒരുപാടധികം ക്വസ്റ്റ്യൻസും ഒരുപാട് വൈഡ് സിലബസുമാണ് നമുക്കുള്ളത്. അപ്പോൾ ഇതെല്ലാം കൃത്യമായി പഠിക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കൊരു മെൻറ്റർ ഉണ്ടെങ്കിൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. എപ്പോഴൊക്കെ നമുക്ക് ഡൗട്ട്സ് വരുന്നോ നമുക്കത് ക്ലിയർ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫിഗറാണ് മെൻറ്റർ. അപ്പോൾ ആ ഒരു കൃത്യമായ മെൻറ്റർഷിപ്പും ഒരു ദിവസം ഇത്ര പോർഷൻസ് എന്നുള്ള ഒരു ഗൈഡൻസും നിങ്ങൾക്ക് നൽകാനും ഒക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ CC എപ്പോഴും നിങ്ങളോടൊപ്പമുണ്ട്. അപ്പോൾ UGC നെറ്റ് എക്സാം ഇംഗ്ലീഷ് ഡിസംബറിലേക്ക് ഇപ്പോഴേ പരിശീലനം തുടങ്ങുക. അതിനായിട്ട് അങ്ങനെ നെറ്റ് ക്ലിയർ ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ന്യൂ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൽ കോൺടാക്റ്റ് ചെയ്യുന്ന നമ്പർ 9778826292. ഓക്കെ, അപ്പോൾ എല്ലാവരും താല്പര്യമുള്ള എല്ലാവർക്കും ജോയിൻ ചെയ്യുക. ഒരുപാടധികം ഇൻഫോർമേറ്റീവ് വീഡിയോസും റെക്കോർഡഡ് വീഡിയോസും ഒക്കെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പം എല്ലാവരും ജോയിൻ ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പഠിച്ചു തുടങ്ങാം. താങ്ക് യു ഓൾ.